ISL, IPL, ഐ ലീഗ്, എന്തിനേറെ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഇങ്ങനെ തുടങ്ങി സ്പോർട്സ് മേഖലകൾ ഒരുപാടുണ്ട്. ഇതിൽ താരങ്ങൾക്ക് മാത്രമാണോ കരിയർ ഉള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നോ, താരങ്ങളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ അതിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് വേൾഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് സ്പോർട്സ്. ഇതിനെന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് ഇതിന് കിട്ടുന്ന സാലറി മാറ്റേഴ്സ്, അതുപോലെ നമ്മുടെ ട്രൈറ്റ്സ് എന്തായിരിക്കണം, ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ആരാണ് ഇത് പഠിക്കേണ്ടത്? സ്പോർട്സ് മേഖല ഇഷ്ടപ്പെടുന്ന, സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ഏരിയയാണ് സ്പോർട്സ് മാനേജ്മെൻറ്റ്. മറ്റൊന്ന്, എവിടെയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഇതിന് സാധ്യതയുണ്ട്. IIM വരെ ഇത് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നമുക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ കൂടെ ആയിരിക്കണം. അതുപോലെ സ്പോർട്സിനെ ബിസിനസ്സാക്കി മാറ്റാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സുകൾ നൽകുന്നത് എന്നുള്ളത്. ജാമിയ മില്ലിയയിലുണ്ട്, സിംഫോസിസ് സ്പോർട്സ് അക്കാഡമിയിലുണ്ട്, IISM ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെൻറ്റിലുണ്ട്. എന്തൊക്കെ കോഴ്സാണ്, ഭയങ്കര രസകരമായ കോഴ്സുകളാണ്. BSM എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ, ബാച്ചലർ ഓഫ് സ്പോർട്സ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ BBA ഇൻ സ്പോർട്സ്. ഇതിലൊക്കെ സിലബസ് എടുത്ത് നോക്കിയാലും ഭയങ്കര രസമാണ്. സാധാരണയുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതോടുകൂടി സ്പോർട്സ് ബ്രാൻഡിങ്, സ്പോർട്സ് മീഡിയ, സ്പോർട്സ് ഫൈനാൻസിങ്, സ്പോർട്സ് സ്പോൺസർഷിപ്പ് തുടങ്ങിയിട്ടുള്ള സ്പോർട്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മീഡിയകളിലൂടെ കാണുന്ന സംഭവങ്ങളെയൊക്കെ എങ്ങനെയാണോ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇഫ് യു ആർ വെരി ക്യൂൻ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ് ഏരിയ, ബ്രാൻഡിങ് സ്പോർട്സ്മാനായിട്ട് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളിതിൻ്റെ ബിഹൈൻഡ് ദ കേർട്ടൻ വർക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടെ നമ്മൾ റിസർച്ചുകൾ പറയുന്നത് 3.5 to 10 lakh CTC വരെ നമുക്ക് ഇത് പഠിച്ചിറങ്ങുന്നവർക്ക്. പലപ്പോഴും ഇവിടെ എത്തുന്ന ആളുകൾ ഏതെങ്കിലും MBAയോ ഏതെങ്കിലും BBAയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രിയൊക്കെ എടുത്തിട്ട് പിന്നീട് അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് പലപ്പോഴും ഈ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ഒക്കെ എത്തുന്നത്. പക്ഷേ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് BBAക്ക് തന്നെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റീരിയൽ സ്റ്റഡീസിൽ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് സ്പെഷ്യലൈസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഇതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി ഒക്കെ വിദേശത്ത് നമുക്ക് പോയിട്ട് ഇത് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ കരിയർ മാപ്പിംഗ് TVയിൽ ചെയ്യുന്നുണ്ട്. സ്ഥാപനങ്ങൾ, കോഴ്സ്, നാച്ചർ ഓഫ് വർക്ക് and salary matters, so you have to watch it.